I'm starting. I'm Lois, ma'am. സ്റ്റാർട്ട് ചെയ്യാം. Okay, good morning, all. Start ചെയ്തോ. താങ്ക് യു ഹസീന. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് അധികം പേർക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് മോർണിംഗ് സെഷന് വേണ്ടിയിട്ട് വരുന്നത്, ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലോയിസ് എന്നാണ്. എൻ്റെ വീട് എറണാകുളത്താണ്. ഞാനൊരു ലൈഫ് കോച്ചും കൗൺസിലറുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ഓൾറെഡി നിങ്ങൾ നമ്മുടെ മോർണിംഗ് സെഷൻ ഗ്രൂപ്പിൽ ഇന്നത്തെ ടോപ്പിക് ഷെയർ ചെയ്തപ്പം കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എന്ത് വിഷയമാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത്. ടോക്സിക് പോസിറ്റിവിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു. ടോക്സിക് പോസിറ്റിവിറ്റി എന്നൊരു കാര്യം ഇന്ന് ലോകമെമ്പാടും വളരെയധികം മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണെങ്കിലും ഗൈഡൻസ് കൊടുക്കുന്നവരാണെങ്കിലും ഒരു 95% ആളുകളും പലപ്പോഴും ചെയ്യുന്നത് അവർ ടോക്സിക് പോസിറ്റിവിറ്റി ആണ് പ്രൊഫസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാരണം ഈ ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ അതല്ലാതെയുള്ള ഹെൽത്തി പോസിറ്റിവിറ്റിയും ടോക്സിക് പോസിറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഇതിനെ പരസ്പരം മനസ്സിലാക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ടോക്സിക് പോസിറ്റിവിറ്റി വളരെ നമ്മൾ ഓൾറെഡി നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് മാത്രമല്ല, നമ്മളല്ലാതെ ഒരു വ്യക്തി ആയിരിക്കാനാണ് യഥാർത്ഥത്തിൽ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മളൊരു പ്രഷറൈസ് ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് സെഷന് ചൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്നതിലേക്ക് കിടക്കാം. പോസിറ്റിവിറ്റി എന്നുള്ള വേർഡ് ടേം എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? എല്ലാവർക്കും പരിചയമുള്ള ഒരു വേർഡ് അല്ലേ ടോക്സിക് പോസിറ്റിവിറ്റി? പോസിറ്റിവിറ്റി എന്നുള്ള ടേം അല്ലേ? വളരെ പോസിറ്റീവായിട്ട് കാണുന്നതിന് അല്ലെ, ശുഭാപ്തി വിശ്വാസത്തോടെ കാണുന്നതിനെയാണ് നമ്മൾ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് ആയിരിക്കുക അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നും അല്ലേ? അപ്പോൾ അത്രയും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ടേമാണ് പോസിറ്റിവിറ്റി. പക്ഷെ നമ്മുടെ ഈ ടോപ്പിക് ശ്രദ്ധിച്ചില്ലേ, ഈ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ ആ പോസിറ്റിവിറ്റിയുടെ മുന്നിൽ ഒരു വേർഡും കൂടി വന്നു, ടോക്സിക്. ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഹാംഫുൾ ആയ ഒരു കാര്യം അല്ലെ, ദോഷമുള്ള ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റിവിറ്റി എങ്ങനെയാ ടോക്സിക് ആകുന്നത്? അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെ ഷോർട്ടായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോക്സിക് പോസിറ്റിവിറ്റി എന്താന്ന് നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ ഗൂഗിൾ നമുക്ക് തരുന്ന വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഹാപ്പി ആയിരിക്കാം, സങ്കടത്തിലായിരിക്കാം, ഒരു പ്രതിസന്ധിയിലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ തന്നെയോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയോ പോസിറ്റീവ് ആയിരിക്കാൻ ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെയാണ്, ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്നാണ് വിളിക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഗൂഗിൾ നമുക്ക് നൽകുന്ന ഒരു ഡെഫിനിഷൻ. അപ്പോ നമ്മൾ വിചാരിക്കും എന്റെ സിറ്റുവേഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എന്റെ ചുറ്റുപാട് അങ്ങനെ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി തരുന്ന ഒരു ചുറ്റുപാടൊന്നും അല്ല, അതുപോലെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ വളരെ പോസിറ്റീവാണ്, ഞാനും അങ്ങനെ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി പ്രൊഫസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, ശരിക്കും ഈ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മുടെ അടുത്തൂടെ എങ്ങാനും പോയിട്ടുണ്ടോ, നമ്മൾ അറിയാതെ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പം നമുക്കൊരു ചെറിയൊരു എക്സസൈസ് പോലെ ചെയ്യാം. സിമ്പിൾ ആണ്. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയും, അപ്പൊ നിങ്ങളത് കേട്ടിട്ട് നിങ്ങളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഈ ചെറിയ കാര്യത്തിന് ഇത്രയും ഓവർ ആക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യം കരച്ചിൽ നിർത്ത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, എല്ലാം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാ. എന്ത് സംഭവിക്കുമ്പോഴും അതിന്റെ പേരിൽ ഒരു കാരണം ഉണ്ടാവും. അടുത്തത്, ജോലി പോയി എന്നുള്ളത് ശരിയാ, സാരമില്ല, അടുത്ത് കണ്ടുപിടിക്കാമല്ലോ, അതിനിങ്ങനെ വിഷമിക്കുകയാണോ വേണ്ടത്? അടുത്തത്, നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യല്ലേ, എല്ലാം നിന്റെ തലയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യം, ഇത്രയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെ പറയുന്നത്. അതുപോലെ
ഇത്രയൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല, സാരമില്ല, പോട്ടെ. ഇതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ നന്നായിട്ടല്ലേ ജീവിക്കുന്നത്, അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഈ ഈ പറഞ്ഞ ഡയലോഗൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? ഉണ്ട് അല്ലേ? ചിലപ്പോ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പേഴ്സണലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള പല സ്റ്റേറ്റ്മെന്റുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഹാംഫുൾ ആയിരിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത് ഹാംഫുൾ ആണോ ശരിക്കും? ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. കരയല്ലേ, കരച്ചിൽ നിർത്തി, ഇത്രയും കരയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പം ഈ കരയുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അല്ലെ? വളരെ നാച്ചുറൽ ആയിട്ട് മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷനാണ്. അപ്പം ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ് കരയില്ലേ, കരച്ചിൽ നിർത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക? ആ വ്യക്തി കരച്ചിൽ നിർത്തുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉണ്ടാകുന്ന റിയൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആ ഇമോഷനെ അടക്കി വെക്കുക ചെയ്യുന്നത് അല്ലേ? ചിലപ്പോൾ ആ വ്യക്തി കരയുന്നത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമായിരിക്കില്ല. ചില വ്യക്തികൾ ചിലപ്പം സാധാരണ മനുഷ്യർ കരയുന്നേക്കാൾ കൂടുതൽ കരയുന്നുണ്ടാവും. ചിലപ്പം അത് കണ്ടിട്ടായിരിക്കും നമ്മൾ പറയുന്നത് ഇത്രയ്ക്കൊന്നും കരയേണ്ട ആവശ്യമില്ലാന്ന്. ചിലപ്പോ അത് ആ വ്യക്തിക്കുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിന്റെ ഒരു ഡിസോർഡറിന്റെ ഒക്കെ ഒരു സിംറ്റം ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കരയണ്ടെന്ന് പറയുമ്പോൾ ഇത്രയൊന്നും കരയണ്ട, മതി, കരയില്ല, എന്തിനാണ് ഓവർ ആക്ട് ചെയ്യുന്നത്, എന്തിനാണ് ഡ്രാമാറ്റിക് ആവണമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ കിട്ടാതെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ റിയൽ ഇമോഷൻസ് സപ്രസ് ആയി വെക്കുമ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അല്ലെ? ഒരു പ്രശ്നത്തിലേക്ക് ആവും. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അപ്പൊ പോകെ പോകെ ആ വ്യക്തിയായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കും, ചുറ്റുമുള്ള ആളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കും. മൊത്തത്തിൽ ആ വ്യക്തി എന്തൊക്കെയോ പ്രിറ്റൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ആ വ്യക്തി ഒരിക്കലും പീസ്ഫുൾ ആയ ഒരു സ്റ്റേറ്റിലായിരിക്കില്ല, ഹാപ്പി ആയ ഒരു സ്റ്റേറ്റിലായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, അത് ശരിക്കും പോസിറ്റീവ് തന്നെയാണോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡെഫിനിഷനും പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ അടുത്തലേക്ക് പോവാം. ഇപ്പോ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റിവിറ്റിയും ടോക്സിക് ആയിട്ടുള്ള പോസിറ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ഇതിനെപ്പറ്റി ഞാൻ ഈ സെഷൻ ഇങ്ങനെ പ്രിപ്പയർ ആകുമ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ്, വളരെ ചെറിയൊരു രസകരമായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 ആഴ്ചയായിട്ട് അടുപ്പിച്ച് ഭയങ്കര കാലുവേദന. അപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറയാണ്, ഇനി എന്താണെന്ന് അറിയില്ല, എനിക്ക് 2 ആഴ്ചയായിട്ട് ഭയങ്കര കാലുവേദനയാ, എന്താ കാര്യം എന്നറിയാം, എന്തായാലും ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ, എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ സ്നേഹനിധിയായ കൂട്ടുകാരി എന്നോട് പറയാണ്, ലൂയിസെ അതിനിപ്പോ എന്താ, ഈ ലോകത്ത് എത്രയോ ആളുകൾ കാലില്ലാതെ ജീവിക്കുന്നുണ്ടെന്ന്. അപ്പോ എനിക്ക് സത്യം പറഞ്ഞ അവൾ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാണോ മോട്ടിവേറ്റ് ചെയ്താണോ എനിക്ക് ഇപ്പോഴും അറിയാം. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ ഇതാണ് പല ആളുകളും എന്നെ സന്തോഷിപ്പിക്കാൻ, കംഫർട്ടാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഇതാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലോ കമ്മ്യൂണിറ്റിയിലോ സമൂഹത്തിലൊക്കെ നടക്കുന്നത്. നമ്മൾ ചിലപ്പം ആ വ്യക്തിക്ക് ആ സമയത്ത് ആവശ്യമുള്ളതായിരിക്കില്ല, അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ചിലപ്പോൾ ട്രൈ ചെയ്യും. നമ്മുടെ ഇന്റൻഷൻ വളരെ പ്യൂർ ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ അത് എങ്ങും എത്താത്ത, ലക്ഷ്യമില്ലാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്ത് ടോക്സിക് പോസിറ്റിവിറ്റിയും ഹെൽത്തി പോസിറ്റിവിറ്റിയും, ഇപ്പൊ ഈ സെയിം കാര്യം തന്നെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അതായത് ഒരു വ്യക്തിയുടെ കാല് വീണിട്ട് ഒടിഞ്ഞു തന്നെ വിചാരിക്കും, ഒരു കാല് ഒടിഞ്ഞു. അപ്പൊ നമ്മൾ ആ വ്യക്തിയോട് പറയാണ്, വാക്ക് പോസിറ്റീവ്ലി, വളരെ പോസിറ്റീവായിട്ട് നടക്ക്, കാല് ഒടിഞ്ഞല്ലേ ഉള്ളൂ, കാല് മുറിച്ചളയേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ലല്ലോ, നടക്ക്, ഓട്, ഡാൻസ് ചെയ്യ് എന്ന് പറയാൻ നടക്കുമോ? ആ വ്യക്തിയുടെ കാല് ഒടിഞ്ഞിരിക്കുക, അതൊരിക്കലും റിയലിസ്റ്റിക് ആയിരിക്കില്ല അല്ലേ? അപ്പോ ഇതാണ് ടോക്സിക് പോസിറ്റിവിറ്റിയും ഹെൽത്തി പോസിറ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി സെയിം എക്സാമ്പിൾ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതായത് ഒരു 3-4 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ പാവയുടെ കാല് ഒടിഞ്ഞു പോയി. അപ്പൊ ഈ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് നമ്മുടെ അടുത്തൊന്നും ഇങ്ങനെ പറയണം, അയ്യോ എന്റെ പാവയുടെ കാല് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ സമീപം എങ്ങനെയായിരിക്കും? ഇതിലും വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ പോകുന്നുണ്ടാവും. ഈ പാവയുടെ കാലോടെ നമ്മളെ സംബന്ധിച്ചിട്ട് പ്രശ്നമല്ല, പക്ഷെ നമ്മൾ അവിടെ ചെയ്യുന്നത്
ആ കുട്ടിയെ ആശ്വസിപ്പിക്കും അല്ലെ, സാരില്ല, പോട്ടെ, നമുക്ക് ശരിയാക്കാം കേട്ടോ, അയ്യോ കാലൊടിഞ്ഞു പോയോ, കുഴപ്പമില്ല കേട്ടോ, റെഡി ആക്കാട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പുതിയ എണ്ണം വാങ്ങാം എന്ന് പറയും അല്ലെ. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്തിട്ട് വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്തേ, അതൊരു പ്രശ്നമാണ് നമ്മുടെ മുന്നിലായി കണ്ടത്. അതായത് ഈ കാലൊടിഞ്ഞു, ആ പേഴ്സന്റെ കാലൊടിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ആ പ്രശ്നത്തിന് പകരം ആ കുട്ടിയെ നമ്മൾ കാമായിട്ട് വെക്കുക, ആ കുട്ടിയുടെ മെന്റൽ സ്റ്റേറ്റിനെ, ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ കണക്കിലെടുത്തു. കാരണം നമുക്കറിയാം ഇതൊരു ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള പ്രശ്നം വളരെ വലുതാണ്. അപ്പം പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടീനെ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആക്കുക, ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ ഇത് രണ്ടുമാണ് ടോക്സിക് പോസിറ്റിവിറ്റിയുടെയും ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റിവിറ്റിയുടെയും ഡിഫറൻസ് മനസ്സിലാക്കി തരുന്ന രണ്ട് എക്സാമ്പിൾ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്താണ് ഹെൽത്തി പോസിറ്റിവിറ്റി, എന്താണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇപ്പോ നമുക്കൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, എന്നിട്ട് ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ഇമോഷൻ, നമുക്ക് ഈ എക്സസൈസിന്റെ പേര് നെയിം ദ ഇമോഷൻ ആണ്. കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറയും, നിങ്ങൾക്ക് തോന്നിയ ഇമോഷൻ എന്താണെന്ന് ഒറ്റ വാക്കിൽ എൻ്റെ അടുത്ത് പറയാം. ടൈപ്പ് ചെയ്തോ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഞാൻ ഒരു സിറ്റുവേഷൻ പറയും, നിങ്ങളത് സങ്കടമാണോ, സന്തോഷമാണോ, ദേഷ്യമാണോ, പേടിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് വളരെ കിനാവ് കണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്, നിങ്ങൾ അവിടെ പോകണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുക, എല്ലാം റെഡിയായി. പക്ഷെ അവസാന നിമിഷം ആ പ്ലാൻ ക്യാൻസൽ ആയിപ്പോയി. നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് തോന്നുക? ഡിസപ്പോയിന്റ്മെന്റ് അല്ലെ, നിരാശ. നിരാശ തോന്നും, കറക്റ്റാ. ഇനി നിങ്ങൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾ വളരെ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ സമയവും ഊർജ്ജവും ഒക്കെ സ്പെൻഡ് ചെയ്തൊരു കാര്യം ചെയ്തു. അതൊരു സ്കൂളിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, എവിടെ ആയിക്കോട്ടെ, ഈവൻ വീട്ടിലായിരിക്കാം. വളരെ എഫേർട്ട് ഇട്ടൊരു കാര്യം ചെയ്തു, പക്ഷെ ഒരു മനുഷ്യൻ പോലും അത് അപ്രിഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്ത് തോന്നും? അതെ, സാഡ് ആകും അല്ലെ, സങ്കടം ഉണ്ടാവും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തേക്കാവുന്ന ഒരു എക്സാം നിങ്ങൾ ഫെയിൽ ആയി, എന്താ തോന്നുക? സങ്കടം തോന്നും. അതെ, സങ്കടം തോന്നും അല്ലെ. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പൊട്ടി തകർന്നിരിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് വളരെ ഇമോഷണൽ ആയിട്ട് ഒരു മെസ്സേജ് അയച്ചു വാട്സപ്പില്, ബ്ലൂടിക്ക് വീണു, ആള് കണ്ടു, പക്ഷെ കുറെ നേരമായിട്ടും റിപ്ലൈ ഒന്നും വരുന്നില്ല, അന്ന് ആൾ ഓൺലൈനിലുണ്ട്. അപ്പൊ എന്താ തോന്നുന്നത്, എന്ത് ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക? അവഗണന. അതെ, അങ്ങനെ തോന്നുന്നില്ലേ? കറക്റ്റാ. ഇനി ഒരു സ്വർണ്ണമാലയോ പേഴ്സോ വളരെ വാല്യൂബിൾ ആയ സാധനം കളഞ്ഞുപോയി, അപ്പൊ എന്താ തോന്നുക? ഏത് ഫീലിംഗ്, എന്ത് ഇമോഷൻ നമുക്ക് തോന്നുക? സങ്കടം ഉണ്ടാവും. സങ്കടം, നിരാശ തോന്നും അല്ലേ. ഇനി നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ പാമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ചാടി, എന്ത് എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ആ സമയത്ത്? പേടി. പേടി തോന്നും അല്ലേ. അപ്പൊ ഇത്രയും സിറ്റുവേഷൻ പറഞ്ഞപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒന്നോടൊന്ന് ചിന്തിക്കേണ്ടി വന്നു? വളരെ നാച്ചുറൽ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ വന്നു അല്ലേ. ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ പാമ്പിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, പാമ്പിനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഇപ്പൊ ഞാൻ പേടിക്കുവാണോ, വേണം ദേഷ്യപ്പെടുവാണോ, സന്തോഷിക്കുവാണോ, നമ്മൾ റീതിങ്ക് ചെയ്യുന്നേ ഇല്ല. വളരെ പെട്ടെന്ന് നാച്ചുറൽ ആയിട്ട് ഇമോഷൻ അവിടെ വന്നു. നമ്മുടെ ബോഡി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്, ഇമോഷൻസ് പറയുന്നത് വളരെ നാച്ചുറൽ ആണ്. അപ്പോൾ ഏത് ഇമോഷൻ ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്, അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പൊ ഇമോഷൻസ് വരുന്നത്, അത് പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അത് നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് നെഗറ്റിവിറ്റിയും. അപ്പോൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കുന്നത് ശരിയല്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കരുതെന്നല്ല നമ്മൾ പറയാ. പകരം പോസിറ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ, റിയൽ ഇമോഷൻസിനെ ഡിനേ ചെയ്ത് കളയരുത്.
കണ്ടില്ല എന്ന് വെക്കരുത്, സപ്രസ് ചെയ്ത് വെക്കരുത്. ഇതാണ് നമ്മൾ ഹെൽത്തി പോസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പോ കുറേ സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ കരയുന്നേ, എന്തിനാ വിഷമിക്കുന്നേ, അല്ലെങ്കിൽ ഒരു ജോലി പോയി, അല്ലെങ്കിൽ അവള് പോയെങ്കിൽ പൊട്ടറ, നമുക്ക് വേറെ പെണ്ണിനെ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള പല സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ റിയൽ ലൈഫിൽ കുറെ കേൾക്കാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ടോക്സിക് പോസിറ്റിവിറ്റിയെ ഹെൽത്തി പോസിറ്റിവിറ്റി ആയിട്ട് റീഫ്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ ചിന്തിക്കാം. ഒരാള് ഭയങ്കരമായിട്ട് കരയുക, ഭയങ്കരമായിട്ട് വിഷമിക്കുക. അപ്പം കരയില്ലേ, കരച്ചിൽ നിർത്ത്, ആദ്യം കരയിൽ നിർത്ത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ആ വ്യക്തിയോട് എന്ത് പറയാം? അപ്പൊ എന്ത് പറയാൻ പറ്റും ആ വ്യക്തിയോട്? നമുക്ക് നന്നായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് വളരെ ഹെൽത്തി ആയിട്ട് പോസിറ്റീവായിട്ട് എമ്പത്തറ്റിക് ആയിട്ട് നമുക്ക് എന്ത് പറയാം? എന്ത് പറയാൻ പറ്റും? നിങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റിയെ പറ്റി പഠിച്ച ആളാ, അപ്പൊ അത് വിഷമം മാറുന്നത്രയും കരഞ്ഞോ, അങ്ങനെ പറയാം അല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ്, കറക്റ്റ്. നമുക്ക് അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ അവരെ അനുവദിക്കാം, അല്ലേ? ഇപ്പോ കരയണ്ട, കരയല്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ടോക്സിക് പോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളത് പറയേണ്ടത്. കരയണ്ടാട്ടോ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് തോന്നണം നമ്മൾ ശരിക്കും ആ വ്യക്തിയിൽ കൺസേൺ ആണ്, ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമോഷൻ ഫീലിംഗ് നമ്മളെയും കൂടി ബാധിക്കുന്നുണ്ട്, നമ്മൾ കൺസേൺ ആണെന്നൊരു ചിന്ത അവർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കരയണ്ട എന്ന് പറയുന്നെങ്കിൽ ഓക്കെ. അതല്ലാതെ എന്തിനിങ്ങനെ കരയുന്നേ, കരയാൻ മാത്രം എന്താ ഉണ്ടായേ, എനിക്ക് ഇതിലും വല്ലതും ഉണ്ടായപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല, അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരിക്കലും അതൊരു മോട്ടിവേഷൻ ആയിരിക്കില്ല കൊടുക്കുക. ആ വ്യക്തിക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ആ വ്യക്തി ഇമോഷണൽ അടിയിൽ പോകാൻ കാരണമാവുക ചെയ്യും. അപ്പൊ അതുകൊണ്ട് എമ്പത്തറ്റിക് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എനിക്കും ലൈഫിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായി, നീ ഇപ്പൊ എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, എനിക്ക് നന്നായി മനസ്സിലാവും. കാരണം എന്റെ ലൈഫിലും ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അന്ന് എനിക്കും ഇങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നീ കരയുന്നത് മനസ്സിലാവും, സാരമില്ല, പോട്ടെ, നമുക്ക് ശരിയാക്കാം, സമയം എടുത്ത് ശരിയാക്കാം എന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിൽ നേരെ നമുക്ക് തിരിച്ചും പറയാം, അതായത് എന്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എത്രത്തോളം നീ അനുഭവിക്കുന്ന വേദന വലുതാണെന്ന് എനിക്ക് അത്ര മനസ്സിലാവില്ല. പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വിഷമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നീ ഇത്ര ഇമോഷണൽ ആവുമെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറയാട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ പറയാം, അല്ലെ? പിന്നെ അതായത് നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയുന്നത്, ലൈഫ് ആവുമ്പോ ഇങ്ങനെയൊക്കെയാ, അല്ലെങ്കിൽ എല്ലാ ജോലിക്കും എന്റെ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോ ആ വ്യക്തിയുടെ ഇമോഷൻ നമ്മൾ വാലിഡേറ്റ് ചെയ്യില്ല. ശരിക്കും ഒരു വ്യക്തിയുടെ ഇമോഷൻസ് നമ്മൾ ചെയ്യേണ്ടത് വാലിഡേറ്റ് ചെയ്യുക, അതുപോലെ അക്നോളജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഹെൽത്തി പോസിറ്റിവിറ്റി വർക്ക് ആവുന്നത്. അപ്പൊ കുറച്ചും കൂടി പീസ്ഫുൾ ആയിരിക്കാൻ സാധിക്കും. ഇപ്പൊ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലടക്കം പലപ്പോഴും ഈ ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ വളരെ നോർമലാണ്. അതായത് കരയുന്ന ഒരാളോട് ഈ കരയില്ലേ, സ്റ്റോപ്പ് ചെയ്യുന്ന പറയുന്നത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ബാഡ് ഇന്റൻഷനോട് പറയുന്ന കാര്യമല്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ ശരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ശരിക്കും അത് ഗുണകരമായിരിക്കുമോ എന്ന് ചിന്തിക്കണം. പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ആളുകൾ. അതായത് ചില ആളുകൾക്ക് ഇങ്ങനെ സാരമില്ല കേട്ടോ, പോട്ടെ, നമുക്ക് നോക്കാം എന്ന് പറയുന്നതായിരിക്കും നല്ലത്, പോസിറ്റീവ് അഫർമേഷൻ ആയിരിക്കും അവർക്ക് ഇഷ്ടം. വേറൊരു കൂട്ടരുണ്ട്, അതായത് അവരോട് നിന്നെ ഒന്നിനും കൊള്ളാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നിന്നെ കാണിച്ചു കൊടുത്തില്ലേ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനെ പോസിറ്റീവായി എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ടോക്സിക് പോസിറ്റിവിറ്റി അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളും ഒരു ഫിൽറ്ററിങ് നടത്തണം, ഒരു വിവേചന പ്രാപ്തി യൂസ് ചെയ്യണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി ഏത് മെന്റൽ സ്റ്റേറ്റിലാണ്, ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം ഓക്കെ ആണോ, അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതി കൂടിയാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻ ഷോർട്ടായിട്ട് നമ്മൾ ഇന്ന് സെഷനിൽ പറഞ്ഞത് ടോക്സിക് പോസിറ്റിവിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അതൊരിക്കലും ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല. നമ്മൾ ഈ കുറച്ച് സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ടോക്സിക്, പല ആളുകളെയും സംബന്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യുക, നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള ആവശ്യങ്ങളെ നിരാകരിക്കാതെ തന്നെ കാരണം കണ്ടുപിടുത്തി ബെറ്റർ ആവാൻ നോക്കുന്നതിനെയാണ് നമ്മൾ ടോക്സിക് പോസിറ്റിവിറ്റി അല്ല, പകരം ഹെൽത്തി പോസിറ്റിവിറ്റി ആണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പം നമ്മൾ പേഴ്സണലി കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം
നമുക്ക് സ്വന്തമായിട്ടൊന്ന് റീഫ്രേസ് ചെയ്യാം. അപ്പോൾ സാരയില്ല പോട്ടെ എന്ന് പറയുന്നതിന്റെ കൂടെ നീ എങ്ങനെ ചെയ്യറപ്പാവാം എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്കൊന്ന് ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു, എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും ജോയിൻ ചെയ്തതിനൊക്കെ വളരെ നന്ദി. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണിത്. എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഞാൻ മോർണിംഗ് സെഷനിൽ ഈ ടോപ്പിക്ക് കൊടുത്തായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് എന്തോ മാറ്റി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ ഇന്നാളൊരു എൻ്റെ ഫ്രണ്ടിന്റെ അപ്പം ഫ്രണ്ടിന്റെ മോൻ ഒരാഴ്ച മുന്നേ പറഞ്ഞായിരുന്നു എനിക്ക് കാണാൻ വരണം എന്നൊക്കെ, ഭയങ്കര സ്നേഹം. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടാ വരാൻ പറ്റിയത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പം എന്റെ ഫ്രണ്ട് ആ മോനെ ഇങ്ങനെ, എടാ നീ അപ്പൊ അവൻ കരയാണ്ട് നിക്കുക കേട്ടോ, അവനിങ്ങനെ കരയാണ്ട് നിക്കുക. അപ്പൊ നീ കരയടാ മോനെ, നീ കരയുന്നത് കരഞ്ഞ് നിന്റെ വിഷമം മാറ്റുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അങ്ങനെ അവള് ശരിക്കും അവന്റെ വിഷമം കരഞ്ഞ് മാറട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ഓവറായിട്ട് തോന്നി. കുറെ കഴിയുമ്പോ ഞാൻ പറഞ്ഞു നീ നിർത്തുന്നത് പറയേണ്ടി വന്നു. കാരണം അവനിങ്ങനെ ഫോഴ്സ് ചെയ്യും കരയെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവനല്ലാതെ ഇടയ്ക്ക് കരയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി കാണിച്ച പോലെ തോന്നി. അങ്ങനെ ഒരിത്. അപ്പൊ അത് അങ്ങനെ പലതരത്തിലുണ്ട് അത്. ശരി, നന്നായിരുന്നു കേട്ടോ, നല്ല ക്ലാസ്സായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. ശരി, നമുക്കൊരു ബാലൻസ്ഡ് വ്യൂ ആണ് എപ്പോഴും നല്ലത്. അതായത് രണ്ട് രീതിക്ക് നോക്കുമ്പോഴും ബാലൻസ്ഡ് ആയിട്ട്, അതായത് ഓരോ വ്യക്തികളും വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഇപ്പം എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം മറ്റൊരാളെ സംബന്ധിച്ച് ഒട്ടും വിഷമിപ്പിക്കാതെ ഇത് വളരെ കൂളായിട്ട് ഡീൽ ചെയ്യാമല്ലോ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ചുള്ള വ്യത്യാസം വരും. അപ്പൊ എപ്പോഴും ഒരു ബാലൻസ്ഡ് വ്യൂ ഉണ്ടായിരിക്കുന്നതാണ് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുക. താങ്ക് യു മാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നല്ല സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ഇമോഷൻസ് മറ്റുള്ളവരുടെ പ്രയാസപ്പെട്ടിരിക്കുന്നവരുടെ അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യണം, അക്നോളജ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എടുത്തു പറയുന്ന ഹെൽത്തി പോസിറ്റിവിറ്റിയെ പറ്റിയുള്ള നല്ലൊരു ഇൻസൈറ്റ് തന്നു. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. ഈ ഓവറായി ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. എനിക്ക് അറിയാവുന്ന ഒരാള് ഒരാളുടെ കാലൊടിഞ്ഞപ്പം കാണാൻ പോയി. അപ്പൊ ഞാനും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ കൂടെയുള്ള ആള് ഭയങ്കര ഇതായിട്ട് തന്നെ ഡ്രമാറ്റിക് ആയിട്ട് പുള്ളിയുടെ കാലൊടിഞ്ഞതും അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം ഇങ്ങനെ പറയുക. എനിക്ക് അങ്ങനെയായിരുന്നു, അങ്ങനെ കുറെ ഡീറ്റെയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു, അതെന്താ എല്ലാ കാലൊടിഞ്ഞ എന്തായിരുന്നു അതിന്റെ ഇൻസിഡന്റ് ചോദിച്ചത്. അതിന്റെ കാലൊടിഞ്ഞതൊന്നും അല്ല, ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ഓവർ ഷൂട്ട് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സമാധാനം വരുമെന്നുള്ള ആ ആൾക്കൊരു സമാധാനം വരുമെന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് I didn't feel that was the right thing to do. But anyway, healthy positivity is something that we should practice, validating others' emotions and acknowledging their emotions and comforting them and providing the help that we can for them. Thank you very much. Very good session. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ മാം പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. അതായത് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, അതൊരു കൺസേൺ ആയിട്ട് ആളുകൾ കാണുന്നത്. കാണുമ്പോൾ ക്ഷീണിച്ചു പോയല്ലോ അല്ലെങ്കിൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് പോലെ വളരെ നോർമൽ ആയിട്ട്, അത് നമ്മൾ അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്നേഹം കുറഞ്ഞു പോയെന്ന് അവർക്ക് തോന്നിയാലോ എന്തെങ്കിലും പറയണ്ടേ എന്നുള്ളൊരു ഫേക്ക് എമ്പതി ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ ഭയങ്കര സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെ ഇതിന്റെ പല വശങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു മാം, താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. പിന്നെ ചിരിയിലും അതായത് വർത്തമാനത്തിലും എല്ലാം നല്ല കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോ ഈ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ഞാൻ അറിയാതെ, അതായത് ഞാൻ ഈ ക്ലാസ്സില് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ദിവസം പറഞ്ഞതാണ്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ ഞാൻ അവളെ അവളുടെ അമ്മയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവൾക്ക് ആദ്യം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു 10 വർഷത്തിന് ശേഷമാണ് ഒരു മോൻ ജനിച്ചത്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ അടുത്ത ദിവസം അവൻ ഇപ്പൊ 20 വയസ്സായി. അപ്പം അവൻ കോളേജിലേക്ക് പോവാ. അപ്പൊ ഇങ്ങനെ പോയ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി, പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഞാൻ ഒരിടത്ത് പോയി തിരിച്ചു വരുന്ന വഴി അറിഞ്ഞ് നമ്മളവിടെ ചെന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളെ കണ്ട സമയത്ത് അവള് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പുറകിൽ കൂടെയാണ് ചെന്നത്. അപ്പൊ എന്നെ കാണുന്നില്ല, ആള് കുഞ്ഞാ കരയുന്നത്. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ആ റൂം നിറയെ ആളാണേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ അറിയുന്നില്ല. ഞാൻ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു കേട്ടോ, അറിയുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാം കഴിഞ്ഞു. അപ്പൊ അവള് ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ, എങ്ങനെ നമുക്ക് തന്നെ പറ്റുന്നില്ല. അപ്പൊ അത്രയും നമ്മള് ഇതായിട്ടിരിക്കുക. അത് കഴിഞ്ഞ് അന്ന് തിരിച്ചു വന്ന് കുറെ എല്ലാ ഇതും കഴിയുന്നവരെയും കൂടെ തന്നെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ അത് കഴിഞ്ഞൊരു എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വൈകിട്ട് പോകണമെന്ന് വിചാരിക്കും. ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അവളോട് എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോയത്. അപ്പൊ അന്ന് എന്നെ കണ്ടപ്പം അവിടെ അവരുടെ വീട്ടിൽ അന്ന് മുസ്ലിംസ് ആണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഉസ്താദ്മാരൊക്കെ വന്ന് അങ്ങനെ കുറെ അവിടെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ള സമയമായിരുന്നു. പക്ഷെ ഞാൻ ചെന്ന ഉടനെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അന്ന് വന്നത് ഞാൻ അറിഞ്ഞു, നീ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. മനസ്സിന്റെ ഉള്ളില്, അതായത് ആ വേദനയിലും എന്നെ തിരിച്ചറിയാനും എനിക്കൊരു സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് എന്താണ് ആ വേർഡ് യൂസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് പണ്ട് എൻ്റെ ഹസ്ബൻഡ് അവന്റെ ആ മോന്റെ ഇഷ്ടത്തിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും ഞാനൊന്നും വർത്തമാനം പറയുന്നില്ലെങ്കിലും അവളുടെ ദേഹത്ത് തൊടുകയും കെട്ടിപ്പിടിക്കുകയും കയ്യിൽ മുറുക്കി പിടിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ അവൾ എന്നോട് തന്നെ സംസാരിക്കുവാണ് കേട്ടോ. എന്നോട് പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് അന്ന് എൻ്റെ മോന് സീരിയലിൽ അഭിനയിക്കാനൊക്കെ ഒരു അവസരം കൊടുത്തില്ല, അത് അവന്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഓർത്ത് കേട്ടോ. നീ എന്നെ അങ്ങനെ പിടിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ അതൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പൊ അവള് കരയുന്നുണ്ടെങ്കിലും അങ്ങനത്തെ തിങ്കിങ്സ് അവളുടെ മനസ്സിൽ വരാൻ നമ്മളുടെ ഒരു ടച്ചിലൂടെ, അതായത് നമ്മൾ നമ്മുടെ വർത്താനം അല്ല, നമ്മുടെ ഒരു ടച്ചിലൂടെയും നമ്മുടെ നോട്ടത്തിലൂടെയും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. പക്ഷെ എൻ്റെ വികാരം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയത്. എന്നുവെച്ചാൽ ഞാനും ഭയങ്കര ഡിസപ്പോയിന്റഡ് എന്നല്ല, എനിക്ക് അങ്ങ് ഞാൻ തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയായിരുന്നു. എന്നുവെച്ചാൽ അത്രയും നമ്മള് സ്നേഹിക്കുന്ന ഒരു കൊച്ചും അമ്മയുമാണ് അവര്. അപ്പൊ ആ സമയത്ത് നമ്മൾ പെരുമാറിയത് നമ്മൾ അറിയാതെയാണെങ്കിലും എത്ര യൂസ്ഫുൾ ആയിരുന്നെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാ അറിയാതെയാണോ അറിയാൻ വയ്യാതെയാണോ കുറേ പേര് മറ്റുള്ളവരെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കും. അപ്പോ നമ്മൾ തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഏറ്റവും അതായത് ഈ പോസിറ്റിവിറ്റിയിലും ടോക്സിക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം, നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. Hello, ma'am. Hi. Thank you so much. You nailed it. Actually, it was a powerful reminder. ഭയങ്കര എന്താ പറയാ, നമ്മളിപ്പം ജിഷ മാം എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ആക്ച്വലി ഇങ്ങനെ ആലോചിക്കാറുണ്ട് സംടൈംസ്. ഇത് ഇങ്ങനത്തെ കുറെ മീൻസ് നമ്മളുടെ മാമ് പറഞ്ഞ ഓരോ എക്സാമ്പിൾസും നമ്മുടെ ലൈഫിലൂടെ പോയൊരു സംഭവങ്ങളാണ്. ആൻഡ് ആക്ച്വലി നമ്മള് എന്ന് വെച്ചാല് നോ മാറ്റർ ഹൗ സ്മോൾ സംവൺസ് പെയിൻ, ആക്ച്വലി നമ്മളും ആ ഒരു പെയിന് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ്, പോട്ടെ, സാരല്ല, ഇത് ചെറുതല്ല. ഇപ്പം മാം ആ കാലിൻ്റെ റിലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാലുവേദന ഒക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയും, ഇവിടെ കാലില്ലാത്ത ആൾക്കാർ ഓടുന്നിട്ടാണോ നിന്റെ ഒരു കാലുവേദന.
അതെനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് തോന്നി. ആക്ച്വലി നമ്മുടെ പെയിന് അവർക്ക് അറിയുമ്പോഴേ ആ ഒരു ഏത് ഈവൻ വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ബിഗ് അതിന്റെ ആ ഒരു ഫീല് അവർക്ക് മനസ്സിലാവും. ആൻഡ് താങ്ക് യു സോ മച്ച് മാം. മാമിന്റെ എക്സാമ്പിൾസ് ആണെങ്കിലും ആൻഡ് ഇപ്പൊ മാം പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ടു അസ്. ആക്ച്വലി നമ്മൾക്ക് എല്ലാം അറിയെങ്കിൽ കൂടി മറ്റൊരാൾ ദ വേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നമ്മൾ ഒന്നുകൂടെ റീതിങ്ക് ആൻഡ് റിയലൈസ് ചെയ്യൂലേ എത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളത്. നമ്മൾ എപ്പോഴും ആ ഒരു നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യാറില്ലല്ലോ. So thank you so much. You explained it made me rethink and how I respond to others and myself. Thank you so much, ma'am. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്ത് പറയാനുണ്ടോ? ഹലോ മാം, ഹായ്. നമ്മൾ പുതിയ ബാച്ചിലുള്ള എന്താണ് നമ്മള് ഒരു സഹപാഠി കൂടിയാണ്. പിന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, ലേറ്റ് ആയിപ്പോയി. ഇന്നലെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കുറെ ലേറ്റ് ആയി, അപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടിയില്ല. പിന്നെ എന്നാലും ബാക്കി നല്ലൊരു ടോപ്പിക്കാണ്. ജിഷ മാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ സത്യത്തെ എടുക്കണമെന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു അടുത്ത ക്ലാസ്. പക്ഷെ പിന്നെ നമ്മൾ ഈ പോസിറ്റീവ് പറയുന്ന ആളുകൾ തന്നെയാണല്ലോ, അപ്പോൾ അത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി എനിക്കുണ്ടായി. സത്യത്തിൽ പോസിറ്റിവിറ്റിന്റെ ഒരു പ്രോബ്ലം, വലിയൊരു പ്രോബ്ലം ആണല്ലോ. അങ്ങനെ പിന്നെ അതൊരു കൺഫ്യൂഷനിൽ അവിടെ നിർത്തിയ ഒരു ടോപ്പിക്കാണ്. പക്ഷെ എന്നിരുന്നാലും നല്ല എന്താ പറയാ, അത് വേണ്ട സംഗതി തന്നെയാണ്. നമുക്ക് ഈ ടോക്സിക് പോസിറ്റിവിറ്റി പല സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാറുണ്ടല്ലോ ആളുകൾ. എല്ലാം നിസ്സാരവൽക്കരിക്കും പോലെ മറ്റുള്ളവരുടെ പ്രശ്നം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട് ഈ ടോക്സിക് ലെവൽ. അതുപോലെ തന്നെയാണ് ഈ സ്റ്റുഡൻസിന്റെ ഒക്കെ കേസിൽ കഴിയാത്തത് പോലും ചില ആളുകൾ ഈ പോസിറ്റീവ് കൊണ്ട് നിനക്ക് കഴിയും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെ, അത് ശരിക്കും ഒരു പ്രശ്നമാണല്ലോ. ചില കുട്ടികൾക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾക്കാണെങ്കിലും കപ്പാസിറ്റി ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, മോളെ അല്ലെ മോനെ നിനക്കത് അല്ലെ നിന്റെ ഒരു ലെവലിന് അത് പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പൊ ഒരു കോഴ്സ് എടുക്കുമ്പോൾ പോലും നിനക്ക് കഴിയാത്തതാണ്, നിന്റെ ലെവലിന് അല്ലെ നിന്റെ എന്താണ് ആ ഒരു ഇതിന് നിനക്ക് യോജിച്ചതല്ല എന്നുള്ളത് നമ്മൾ പറയണം, കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും. പക്ഷെ പോസിറ്റിവിറ്റി ഉള്ള ആളുകൾ അങ്ങനെയല്ലല്ലോ പറയാം, നിനക്കത് കഴിയും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയാ ഓവർ ലെവലിലുള്ള ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാറുണ്ടല്ലോ. അതൊക്കെ ശരിക്കും പറ്റില്ല എന്നുള്ളത് തന്നെ, നമ്മൾ പറ്റാത്ത കാര്യം പറ്റില്ല എന്നുള്ളതും ഒക്കെ നമ്മൾ പറയണം എന്നുള്ള ആ ഒരു ശരിയായ സത്യം തന്നെയാണ്. ഏതായാലും നല്ല ക്ലാസ് തുടക്കമാണ് അല്ലെ, ആദ്യമായിട്ടല്ലേ എടുക്കണത്? ഞാൻ മോർണിംഗ് സെഷനിൽ മോർണിംഗ് സെഷനില്. അപ്പൊ ഏതായാലും ഞങ്ങളുടെ ബാച്ചിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. ഇനിയും തുടർന്ന് ഉഷാറായിട്ട് പോവട്ടെ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ലൂയിസ് മാം, വണ്ടർഫുൾ സെഷൻ. ഫസ്റ്റ് ടൈം ആയിട്ട് എടുത്തതായിട്ട് ഫീൽ ആയിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ഫോർ എ വണ്ടർഫുൾ സെഷൻ. ആൻഡ് ഇതൊരു പുതിയ ടോപ്പിക്കാണ്. ഞാൻ ഈ സൈക്കോളജി ബേസ്ഡ് ടേംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ജിഷ മാം ആയാലും സീന മാം ആയാലും ബോബി മാം സൂസൻ മാം ഒക്കെ ഞങ്ങൾ ഓരോ ആൾക്കാർ ഇതിൽ പറയുമ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ടൈം കിട്ടുമ്പോൾ റിസർച്ച് ചെയ്ത് അതിനെ കുറിച്ചിട്ട് നോളേജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വെരി നൈസ്. പുതിയ വേർഡാണ് ഈ വേർഡൊക്കെ. അതിന്റെ ആക്ച്വൽ നമ്മൾ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം. മെയിൻ ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഒരാളുടെ എമോഷൻസിന്റെ കൂടെ നിൽക്കുക, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ് എന്നാണ് ഞാൻ ഫീൽ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഓൾ ട്രൈ ടു പ്രാക്ടീസ് ദിസ്. താങ്ക് യു. വണ്ടർഫുൾ സെഷൻ മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഈ ടോക്സിക് പോസിറ്റിവിറ്റി വേറൊരു ലെവലിലേക്ക് കൂടെ പോകാറില്ലേ? അതായത് ഒരാൾ വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് ചിലർ സംസാരിക്കുമ്പോഴേ അവരതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ ഇമോഷൻസിനെ അവരത് എക്സ്പ്രസ് ചെയ്യാനും അത് നമ്മൾ വാലിഡേറ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യുന്നതിനും പകരം ഞാനിപ്പോ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാമെന്നുള്ള രീതിയിൽ അങ്ങനെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഈസ് വെരി ടോക്സിക്. അവരൊരു സൊല്യൂഷൻ അല്ല പ്രതീക്ഷിക്കുന്നത്,
They just want a sounding board. They just want you to be with them and understand what they're going through. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഓൾസോ ഈസ് വെരി ടോക്സിക്. നമ്മൾ ബി ദെയർ, ലിസൺ ടു ദം, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ ലെറ്റ് ദം എക്സ്പ്രസ്. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുക. അല്ലെ ഇറ്റ്സ് ഓക്കെ ടു ബി സാഡ്. ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ഫുള്ളി, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ആൻഡ് വിത്ത് യു എന്നുള്ളതിന് പകരം ഞാനിതിപ്പം അങ്ങ് ഫിക്സ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ്. ഐ ഫൈൻഡ് ദാറ്റ് ഇസ് ഓൾസോ വെരി ടോക്സിക്. പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്, ബട്ട് ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് ദി ഓപ്പോസിറ്റ്. അതെ, ശരിയാണ്. ഓക്കെ. ഹായ് മാം, ഹായ്, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. അറിയാതെ ആണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളും ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാകും. ഇപ്പോഴാണത് മനസ്സിലാകുന്നത് വേണ്ടിയിരുന്നോ വേണ്ട സമയമായിരുന്നോ എന്നൊക്കെ. എന്തായാലും പുതിയ അറിവിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. മാം, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ചിരി ഒത്തിരി ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. ഹലോ മാം, ഹായ്. ഞാനും അത് പറയാനായിട്ട് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് ബോബി മാം പറഞ്ഞത്. നല്ല ചിരിയാണ്, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്മൈലാണ്. ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇന്നസെന്റ് ആയ ചിരി പോലെ തോന്നി കേട്ടോ. മനസ്സൊത്തിരി, എനിക്ക് അങ്ങനെ തോന്നിയത്, മനസ്സൊത്തിരി ക്ലിയർ ആയ, ഇങ്ങനെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത മനസ്സിന്റെ ഉടമയെ പോലെ തോന്നി കേട്ടോ. വീട്ടിലാരും കേൾക്കണ്ട. മാം എറണാകുളത്ത് എവിടെയാ? ഞാൻ എറണാകുളത്ത്, സ്വന്തം വീട് പിറവം. ആ, അവിടെയാണോ പിന്നെ അവിടെയാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഓക്കെ. ഞാൻ സ്പെഷ്യൽ നമ്മൾക്ക് കുറച്ച്. അപ്പൊ ഇപ്പൊ ചെന്നൈയിലാണോ? ഇല്ല, എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത്, സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഹാർഡ് ഓഫ് ഹിയറിംഗ്, ഡെഫ് ആയിട്ടുള്ളവരുടെ ലൈഫ് കോച്ച് ആയിട്ടാണ്. കാരണം സൈൻ ലാംഗ്വേജിൽ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അവരുടെ ലൈഫ് കോച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജിഷ മാം നമ്മളൊക്കെ വിചാരിച്ച ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ പറ്റുമല്ലേ? ഞാൻ വൈക്കുവാണേ, കോട്ടയം. ഓ, ശരി. അടുത്തല്ലേ? നിങ്ങളൊക്കെ അടുത്താണ്. ഇടയ്ക്കൊക്കെ എറണാകുളം വരാറുണ്ട്. നമ്മളെ എറണാകുളത്തുള്ളവരൊരു മീറ്റപ്പ് ഒക്കെ കണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അതെ, ഉറപ്പായിട്ടും സാറേ, ഉറപ്പ്. അതെ അതെ, കുറെ പേരുണ്ടെന്ന് തോന്നണം അല്ലേ? അതെ അതെ. ഇപ്പൊ ആരാ പറഞ്ഞത്? അൻസാർ സാർ അല്ലേ? ആണോ സാറ് അതെ എറണാകുളത്താണോ? അതെ. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലത്ത് വെച്ചോളൂ, എന്നാൽ എല്ലാവർക്കും എത്താലോ, എല്ലാവർക്കും കാണാലോ. സാറ് എവിടെയാ? ഞാൻ കൊച്ചിയിൽ ബോൾഗാട്ടിലാണ്, വീട് തൃശ്ശൂരാണ്. അപ്പൊ താമസം ബോൾഗാട്ടിയിലാണോ? ആ, ബോൾഗാട്ടില. അപ്പൊ നമുക്ക് അവിടെ വെക്കാലോ. മറൈൻ ഡ്രൈവിൽ വെക്കാം. അതെ അതെ, എല്ലാരും കൂടെ വന്നാ മതിയായിരുന്നു. എറണാകുളംകാർക്ക് മാത്രം പറ്റുള്ളോ? എന്തോ? എറണാകുളംകാർക്ക് മാത്രം പറ്റുള്ളൂ അവിടെ? ഇല്ല ഇല്ല, എവിടുന്ന് വേണേ വരാം. ഞങ്ങൾ അങ്ങോട്ട് വരുന്നതല്ലേ, തൃശ്ശൂർക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വാ അല്ലേ? നമുക്ക് എളുപ്പം വിടാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അല്ലേ? നമ്മള് മിക്കവാറും എറണാകുളം, ഞാനൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വരാറുള്ളതാണ്. അതല്ലേ? അതെ അതെ. ഓക്കേ. റാവു സാർ എന്തോ തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പൊ മാം വീട്ടിലിരുന്നാണോ റാവു വർക്ക് സാറ് ചെയ്യുന്നത്? മലപ്പുറം ജില്ല മലപ്പുറമാണ്. ലോയിസ് മാം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുവാണോ? ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട്. ആവശ്യമുള്ളപ്പോ അവര് ഇൻഫോം ചെയ്യും, അപ്പൊ പോവും. അല്ലാത്തപ്പോ, കാരണം വർക്ക് ചെയ്യുന്ന ഡെഫ് എല്ലാവരും തന്നെ അവര് വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് പല ലൊക്കേഷനാ, ചെന്നൈ, കോയമ്പത്തൂർ, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിലവിൽ വർക്ക് ഫ്രം ഹോം ആണ്. ഒരു ഡൗട്ട് ഉണ്ട് മാമേ, ഡെഫ് ലാംഗ്വേജ് ഒക്കെ അറിയാപ്പാ? ഞാൻ ഇതില് കോഴ്സ് പഠിച്ചിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് സർട്ടിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുക. സൈൻ ലാംഗ്വേജ് അറിയാം.
സാറിന് പഠിക്കാനാണോ? എനിക്കറിയാം. ആ അത് ചോദിച്ചു. ഓക്കെ. വല്ലതുണ്ടോ? കേട്ടില്ല, വോയിസ് ബ്രേക്ക് ആയി. ഒന്നോട് പറയോ? ഇല്ല, സാറിനെ അറിയാത്ത വല്ലതുണ്ടോ എന്ന് ചോദിച്ചതായിരുന്നു. ഉം. ഗുഡ് മോർണിംഗ് മാം. നല്ല സെഷൻ ആയിരുന്നു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. സീന മാം പറഞ്ഞ പോലെ നമ്മളും ക്ലാസ്മേറ്റ്സ് ആണ്. അതെ അതെ താങ്ക് യു. ഓ, നിങ്ങളൊക്കെ ഒരേ ബാച്ച് അല്ലേ? അതെ അതെ. ഞാൻ സൂപ്പർ സീന. ബാച്ച് ആണല്ലോ. എല്ലാവരും ഭയങ്കര ആക്റ്റീവായ. ചന്ദ്ര മാം ഉണ്ട്. അതെ അതെ, ചന്ദ്ര മാം നിങ്ങളുടെ ആണോ? ഓഫ്, എനിക്ക് വയ്യ. സീന Yes. മാം, ചന്ദ്ര മാം, പിന്നെ ആരാ? വേറെ ആരൊക്കെയോ പറയുന്ന കേട്ടല്ലോ. റാണി മാം. റാണി മാം ഉണ്ടായിരുന്നു സെഷൻ രാവിലെ. ലെഫ്റ്റ് ആയി തോന്നുന്നു. ആരാ? റാണിയോ? റാണി മാം. ഓക്കെ. ഞാനും ഉണ്ട് ഈ ബാച്ചില്. സീന മാം ഉണ്ട്. ഇപ്പൊ ആരാ പറഞ്ഞ ഞാനും ഉണ്ടെന്ന്? സജീന. സജിന മാം. അപ്പൊ ബാച്ചിലൊക്കെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം. സജിന മാം ക്ലിയർ ആവുന്നില്ലല്ലോ. എനിക്ക് എന്തോ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ നെറ്റ് ഇഷ്യൂ ലീവായി. ഉണ്ടോ? അതെ അതെ. ക്ലാരിറ്റി ഇന്ന് കുറഞ്ഞു. ആദ്യമായിട്ടാണല്ലോ നെറ്റ്വർക്ക് ഇപ്പോഴും ഇഷ്യൂ ഓക്കെ. വന്നത്. അതെ, എന്താന്ന് അറിയില്ല. എന്തോ ഒരു പ്രശ്നം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആർക്കും തിരക്കുണ്ടാവില്ലല്ലേ? തിരക്കൊക്കെ ഉണ്ട്. ഉണ്ടോ? ജിഷ മാമിന് ചർച്ചിൽ പോവാണ്ടാവും അല്ലേ? അതെ അതെ. സീന മാം, നമുക്ക് സൺഡേ ആണ് ഏറ്റവും കൂടുതൽ തിരക്ക്. എല്ലാം പെൻഡിങ് ആയിട്ട് വെച്ചിട്ട് ഒക്കെ ഇരുന്ന് പോകും. അത് ശരിയാ. അല്ല, എല്ലാരും ഡിസ്കഷനിലേക്ക് ഇങ്ങനെ വന്നപ്പോഴേ എനിക്കിങ്ങനെ തോന്നി. അതാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റി. അത് നമുക്ക് കിട്ടുന്ന ജോയ് വിൽ കീപ് us ഗോയിങ് ഫോർ ദ ഹോൾ ഡേ. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് പണിതുകൊണ്ടിരിക്കന്നെ. ഏതായാലും ചന്ദ്രമാം ഒക്കെ അടുത്ത ക്ലാസ്സിലേക്ക് വരണം. നമ്മളെ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ക്ലാസ് എടുത്തില്ലേ? എന്താ ശരിക്കും പേര് പ്രൊനൗൺസ് ചെയ്യുക എങ്ങനെയാണ്? ഞാൻ പേര് പറയാത്ത. ലോയിസ്. ഒന്ന് പറയാം. ലോയിസ്. ലൂയിസ്. ലോയിസ്. 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 ഓക്കെ ഓക്കെ. അതാട്ടോ ലൂയിസ് മാം, ആ പേര് കൂട്ടി ഞാൻ പറയാഞ്ഞത്. ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നി. ഒരു വെറൈറ്റി പേരല്ലേ? ഒരു വെറൈറ്റി നെയിം. റൗസാർ നല്ല പേര്. ഗ്രൂപ്പിലിട്ടപ്പോഴേ. സംതിങ് ന്യൂ. അതെ അതെ. ലോയിസ് മാം. ഓക്കെ, നല്ല പേര്. നല്ല ക്ലാസ് ഒക്കെ ഉഷാറായിരുന്നു കേട്ടോ. നല്ല പേഴ്സണാലിറ്റി. നല്ല പേഴ്സണാലിറ്റി. ഞാനും ക്ലാസ്സിൽ ഈ പേരാണ് ആദ്യം നോട്ട് ചെയ്തത്. അതെ, ഈ പേര് നോട്ട് വെറൈറ്റി. ചെയ്തിട്ടുണ്ട് നമ്മള്. ഞങ്ങളെ ബാച്ചിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഞാനും നോട്ട് ചെയ്തിട്ടുണ്ട്. അതെ ആദ്യമായിട്ടൊരു പേര്. ഞാൻ ആദ്യം മെയിലാണോ എന്ന് എഴുതി ലോയിസ് എന്നൊക്കെ. അതെ, ശരിക്കും ഞാൻ വിചാരിച്ചത് മെയിലാണ് വീഡിയോ തന്നെയാണ്. നോക്കിയപ്പോഴാണ് ആളിതാണല്ലോ എന്ന് ഓർത്തത്. ഇന്നലെ സജ്ന മാമിനെ പറ്റി എന്നോട് പറഞ്ഞു, സാറിന്റെ ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴാണ് ഇത് ആണല്ല പെണ്ണായിരുന്നു എന്ന് മാമിന് മനസ്സിലായത്. ശരി തന്നെയാണ്. പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ വിചാരിച്ചോ? അതെ അതെ. സജന മാം, അപ്പൊ നമ്മള് ക്ലോസ് ചെയ്യാണോ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? എല്ലാരും ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. എന്തായാലും ഒരു വെറൈറ്റി ടോപ്പിക് ആയിരുന്നു കേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഓക്കെ, ഹാപ്പി സൺഡേ. Thank you. Have a good day, everybody. Thank you. Thank you all. Thank you. Bye. Have a nice day.